എന്നെ കുടുക്കിയവർ നിയമത്തിന്റെ മുമ്പിൽ വരും. എന്നെ കുടുക്കിയവർ നിയമത്തിന്റെ മുമ്പിൽ വരും. ശബരിമല സ്വർണ്ണമോഷണ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വഴിക്കാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യം വിളിച്ചു പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? എന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരോ കുടുക്കിയിട്ടുണ്ട്. അതാര്? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അത് ഉദ്യോഗസ്ഥരായിരിക്കും. സ്വാഭാവികമായും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാവാനാണ് സാധ്യത. വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതിനപ്പുറത്തേക്ക് മറ്റു ചില ചോദ്യങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. എപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമ ശ്രദ്ധ നേടുന്നത്? ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ട് മുമ്പ് എന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് നടത്തിയ ഒരു വെളിപ്പെടുത്തൽ, ദ്വാരപാലക ശില്പത്തിന് താഴെയുള്ള പീഠം കാണാനില്ല, ആ പീഠം സ്വർണം പൂശി ദേവസ്വത്തിന് നൽകിയിരുന്നു, ആ പീഠം കാണാനില്ല എന്നാണ്. പക്ഷെ പീഠം കയ്യിലുണ്ട്. അത് മറച്ചു പിടിച്ചിട്ടാണ് കള്ളത്തരം പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതെന്തിന് കള്ളത്തരം പറഞ്ഞു? അതിന് അദ്ദേഹത്തോട് നന്ദിയുണ്ട് അയ്യപ്പ ഭക്തർക്ക്. കാരണം അതോടുകൂടിയാണ് ശബരിമലയിലെ സ്വർണ്ണ മോഷണം മുഴുവൻ പുറത്തു വരുന്നത്, അതിൻ്റെ പിന്നിലെ കളികളൊക്കെ പുറത്തു വരുന്നത് ഒക്കെ അത്തരമൊരു പ്രസ്താവന വെളിപ്പെടുത്തൽ നടത്തിയതിന് പിറകിലാണ്. പക്ഷേ സ്വർണ്ണ പീഠം കാണാതായി എന്ന് പറഞ്ഞത് തട്ടിപ്പായിരുന്നു, സ്വന്തം കയ്യിലുണ്ടായിരുന്നു. അത് പിന്നീട് ദേവസ്വം വിജിലൻസ് കണ്ടെടുക്കുകയും ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. അതറിഞ്ഞുകൊണ്ട് എന്തിന് അത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തി? കള്ള വെളിപ്പെടുത്തൽ നടത്തി. അത് ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കാനാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ 2 ദിവസം മുമ്പാണ്. എന്തിനാണ് ആഗോള അയ്യപ്പ സംഗമം? ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. ശബരിമലയുടെ വികസനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും, എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് വിശദമായി ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. ശബരിമലയുടെ വികസനത്തിന് വേണ്ടി സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ നിറം കെടുത്താൻ വ്യാജ ആരോപണം ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ജയിലിലാണ്. ആരുടെ പിന്തുണയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത്? അതിൻ്റെ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ പുറത്ത് കാത്തുനിന്നവർ ആരൊക്കെ? അവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആരായിരിക്കും? കോൺഗ്രസ് നേതാക്കളായിരിക്കും, UDF നേതാക്കളായിരിക്കും, BJP നേതാക്കളായിരിക്കും. ഇതിൽ ആരൊക്കെ? ഈ നേതാക്കളിൽ ആരൊക്കെ എന്ന ചോദ്യമാണ് ഉയർന്നത്. അതിന് ഉത്തരം കണ്ടെത്തിയേ തീരൂ. രാഷ്ട്രീയമായി ഇത്തരമൊരു ആരോപണം, വ്യാജ ആരോപണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഉന്നയിപ്പിച്ചവർ, വെളിപ്പെടുത്തൽ നടത്തിയവർ ആരാണ്? അവർ എന്തിനു ചെയ്തു? എന്താണ് അവരുടെ ലക്ഷ്യം? ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കുക, ശബരിമലയുടെ വികസനം തകർക്കുക, അതിലൂടെ ദേവസ്വം ബോർഡിനെ കരുതേക്കുക, സർക്കാരിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക. ഇതായിരുന്നില്ലേ ലക്ഷ്യം? അതിനുവേണ്ടി വ്യാജ ആരോപണം ഉന്നയിപ്പിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട്. ആര്? അതിന് ഉത്തരം അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തും എന്ന് പ്രതീക്ഷിക്കാം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇക്കാര്യം പറഞ്ഞതോടുകൂടി പല കോൺഗ്രസ് നേതാക്കളുടെയും ഉള്ളു കാണുന്നുണ്ട് എന്നാണ് അറിയുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പൊളിറ്റിക്കൽ പിന്തുണ, രാഷ്ട്രീയ പിന്തുണ നൽകിയവർ ആരൊക്കെയാണ് എന്നറിയണമല്ലോ. അതാണല്ലോ ഇതിൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചന. മറ്റൊന്ന്, മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ ആരൊക്കെയായാലും പിടിക്കണം, അത് സംശയമേയില്ല. അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടെങ്കിൽ പ്രസിഡന്റിനെയും പിടിക്കണം, മുൻ പ്രസിഡന്റ് ഉണ്ടെങ്കിൽ മുൻ പ്രസിഡന്റിനെയും പിടിക്കണം. അതിൽ രാഷ്ട്രീയം നോക്കേണ്ട യാതൊരു കാര്യവുമില്ല. ശബരിമലയുടെ ഒരു ക്ഷേത്രത്തിൻ്റെ സ്വത്ത് മോഷ്ടിക്കുന്ന ആരെയും സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കുമില്ല. അത് ഒരു വശമാണ്. ഇതിൻ്റെ മറ്റൊരു വശമാണ് രാഷ്ട്രീയ പിന്തുണ. ആ രാഷ്ട്രീയ പിന്തുണ നൽകിയത് കൊണ്ടാണ് ഇത്തരമൊരു വ്യാജ ആരോപണം ഉന്നയിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ രാഷ്ട്രീയ പിന്തുണ നൽകിയത് ആരാണ്? അതിനുള്ള ഉത്തരവും കൂടി 6 ആഴ്ചയ്ക്കുള്ളിൽ പുറത്തു വരും. സ്വാഭാവികമായും പ്രതിപക്ഷത്തു നിന്നുള്ള പല നേതാക്കളുടെയും ചങ്ക് പിടയ്ക്കുന്നുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. മോഷണം നടത്തിയവരെ മാത്രമല്ല, മോഷണം നടത്തിയവന് കൂട്ടുനിന്ന രാഷ്ട്രീയ പിന്തുണ നൽകിയവരെയും പിടികൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതായിരിക്കും നാളത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കിരീടത്തിലെ മറ്റൊരു പൊൻതൂവൽ.